പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാപ്പബിലിറ്റി മെഷീന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം എന്തെടുത്ത് നോക്കിയാലും എല്ലാം റിലേറ്റഡ് ടു ഡേറ്റാ സയൻസ് ആൻഡ് AI ആണ്. പിന്നെ മെയിനായിട്ടും എൻട്രി ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ കോഴ്സിൻ്റെ ഫീസ്. കാരണം ബാക്കി എല്ലാം പറയുന്നത് 1 lakh എബോവ് ഫീസാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് അഫോർഡബിൾ ആയിരുന്നു, അതാണ് മെയിൻ റീസൺ. ഇത്രയും ഇമേജസ് നിന്ന് മെഷീൻ പഠിച്ചോ, ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ്, ഇതിൻ്റെ ഇയാളുടെ ഫീച്ചേഴ്സ് പഠിച്ചോളാൻ പറയാണ്. 100% ഇത് അർജുൻ്റെ ഫീച്ചേഴ്സുമായിട്ടാണ് മാച്ച് ആവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അർജുൻ്റെ അവിടെ 100% വന്നത്. എൻട്രിയുടെ അക്കാഡമിക് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ മൊഡ്യൂളിന് ശേഷവും കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റും കൂടാതെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റും നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ നല്ലൊരു പാക്കേജ് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ പാക്കേജ് മേടിക്കും? നല്ല പ്രൊജക്ട്സ് ചെയ്യണം. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അപ്പോൾ അവരുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടൈം ഫ്ലെക്സിബിലിറ്റിയാണ് ഞാൻ നോക്കിയിട്ട് ഞാനിത് സെലക്ട് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാരണം. നിങ്ങളൊരു കോഴ്സ് എടുത്തു, ആ കോഴ്സിൽ പല സമയത്ത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആകാം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുന്ന എഫേർട്ട് അതിനെ എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇവർ നമുക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് ബേസിക്കിൽ തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ട്. നോർമലി നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് അവർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇവർ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ കഷ്ടമാണെന്ന് വിചാരിച്ച ഒരു സംഭവം ഈസി ആക്കി തന്നത് എൻട്രിയിലൂടെയുള്ള ഒരു ഇതാണ്.